വലിയൊരു വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴല്ല, അദ്ദേഹം എപ്പോഴും വിവാദത്തിലാണ്. പ്രത്യേകതരം അസുഖമാണ് ഈ അസുഖത്തിന്. ഈ അസുഖത്തിന്റെ മരുന്നിലേക്ക് നമുക്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിലേക്ക് വരാം. തോന്നും ചേട്ടൻ അങ്ങനെ പല്ലാത്ത വിടാൻ തോന്നും. ഇത്രയും മുടി നീട്ടി വളർത്തി ഇതുപോലെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വെള്ളം ഇട്ട് ഇങ്ങനെ ഓടുന്ന ആളെ കണ്ടാലാണോ വിവരം ഉണ്ടെന്ന് പറയുക? എനിക്ക് ആ സംഭവം മനസ്സിലായില്ല. കണ്ടാൽ എങ്ങനെയാണ് വിവരമുള്ള കാര്യം മനസ്സിലാകുക? എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ കുൽസിതപ്രിയനായ ബോച്ചയെ കുറിച്ചിട്ടാണ്. നമ്മുടെ ബോച്ച ഇപ്പോൾ വലിയൊരു വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴല്ല, അദ്ദേഹം എപ്പോഴും വിവാദത്തിലാണ്. അത്തരത്തിൽ ഇപ്പോഴൊരു വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. അതും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ട് പിന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സ്വാഗതം. വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. നിങ്ങൾ ചുരുക്കം പേര് അത് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അവർക്കെല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. എൻ്റെ ഈ ചാനൽ ഇതിൻ്റെ തുടക്ക സമയമാണ്. ഈ സമയത്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ തന്നെ നന്ദി പറയുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെയധികം ആവശ്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, കണ്ണാടി വെച്ചേക്കുന്ന ജാടയല്ല കേട്ടോ, കണ്ണിനൊരു ചെറിയ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് കണ്ണാടി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. നമ്മൾ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുകയും ഒരുപാട് ആളുകൾ എതിർക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ബോച്ച എന്ന് പറയുന്നത്. ബോച്ച ഇപ്പോൾ കുറേ വിവാദങ്ങളിൽ പെട്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അദ്ദേഹം ഇപ്പോഴല്ല എപ്പോഴും വിവാദത്തിലാണ്. അതുപോലെ ഇപ്പോഴും ഒരു വിവാദത്തിലാണ്. ഒന്നല്ല, രണ്ട് വിവാദം. ഒന്നാമത്തെ വിവാദം, അദ്ദേഹം ബോച്ചെട്ടി എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രാഞ്ചൈസി പലർക്കും കൊടുത്തു. 5-10 കിലോമീറ്റർ അപ്പുറം വേറെ ആർക്കും ഇതുപോലത്തെ ഫ്രാഞ്ചൈസി കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ മുക്കിനായി അദ്ദേഹത്തെ വിശ്വസിച്ച് എക്സ്ക്ലൂസീവ് ഫ്രാഞ്ചൈസി എടുത്ത് സ്റ്റോർ ഇട്ടവർക്ക് കച്ചവടമില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മറുനാടൻ ചാനലുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഹണി റോസുമായി ബന്ധപ്പെട്ടൊരു വിവാദം കൂടെ നടന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ടച്ച് ചെയ്തു വന്നത്. മറ്റേ ബോച്ചെട്ടിയുടെ കാര്യങ്ങളെക്കുറിച്ചല്ല നമ്മളുടെ പ്രധാന വിഷയമാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ അദ്ദേഹം സംസാരിച്ച് പ്രശ്നമായതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരൂ. തോന്നും പലതും തോന്നും. ഇതെന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്കും എനിക്കും അദ്ദേഹത്തിനും ഹണി റോസിനും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇതൊരു പ്രത്യേകതരം അസുഖമാണ്. ഈ അസുഖത്തിന് മരുന്നിലേക്ക് നമുക്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിലേക്ക് വരാം. അത് അവിടെ നിൽക്കട്ടെ. ഇങ്ങനൊരു പ്രശ്നം പറഞ്ഞു. ഇതെന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നില്ല. നിങ്ങൾ ആ വീഡിയോ അദ്ദേഹത്തിൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, പോയി കമൻറ്റ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായി മനസ്സിലാവും. അത്തരത്തിൽ അശ്ലീലമായ കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ. ഇദ്ദേഹം ഇപ്പോൾ മാത്രമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അല്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം. എന്നാൽ ഇദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പേ സംസാരിച്ചിട്ടുള്ള, നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള വൈറലായ ഒരു വീഡിയോ കണ്ടിട്ട് വരൂ. എന്താണ് ക്രിസ്മസ് ട്രീ ആണോ ഇത്? ഇത് നമ്മുടെ ഇത് കാണുമ്പോൾ എന്തെങ്കിലും ഇടാൻ തോന്നും ചേട്ടൻ അങ്ങനെ പല്ലാത്ത വിടാൻ തോന്നും. ഇത്രയും പറഞ്ഞ ചേട്ടൻ എന്താണ് ഇടേണ്ടതും കൂടെ ഒന്ന് പറയായിരുന്നു എങ്കിൽ അതങ്ങ് പൂർത്തിയായേനെ. ചേട്ടൻ അതിലേക്ക് കുറച്ച് പൈസ ഇട്ടിരുന്നതിലും കുഴപ്പമില്ലായിരുന്നു. ചേട്ടന് കപ്പലണ്ടി പൊതിയുന്ന പേപ്പറാണ് ചേട്ടൻ്റെ ലക്ഷ്യം. ഇനി നമുക്ക് ആ വീഡിയോയും അവിടെ നിൽക്കട്ടെ. ചേട്ടൻ ഇത്തരത്തിൽ ദ്വയാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ പലതവണയും പറയുന്നു. ഇതൊക്കെ ഒരു ഷോയുടെ ഭാഗമായിരിക്കാം, ഇതൊക്കെ അദ്ദേഹത്തിന് പ്രീ പ്ലാൻഡ് ആയിരിക്കാം എന്ന് നമുക്ക് വെക്കാം. കാരണം ഇതിൽ മെജോറിറ്റി ആളുകളും ഇതിന് പ്രിപ്പയർഡ് ആയി തന്നെ ആയിരിക്കും പുള്ളിയുടെ അടുത്തേക്ക് പോകുന്നത്. ഇപ്പം നമ്മൾ വീഡിയോ കണ്ട ആൾക്കാരെല്ലാം അദ്ദേഹം ഇങ്ങനെ പറയും എന്ന് പ്രിപ്പയർഡ് ആയിട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. ഹണി റോസിന് എല്ലാവരും പറഞ്ഞത് ഇപ്പം കാണിച്ച വീഡിയോ ആണ് കാണിച്ചത്. അപ്പോൾ ഇദ്ദേഹം അവിചാരിതമായി ഒരു കടയിലേക്ക് കയറി ചെല്ലുകയും അവിടെ ഒരു വലിയ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഫൺ സാധനം അടിക്കുകയും ചെയ്തു. ആ ഫൺ എങ്ങനെയാണ് ആ കടക്കാർ ആസ്വദിച്ചതെന്നും അദ്ദേഹം എങ്ങനെയാണ് ഫൺ സാധനം സംസാരിച്ചതെന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിലെ ഫൺ എലമെന്റ് നമുക്കൊന്ന് റിവീൽ ചെയ്യാം. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വരൂ. ചേട്ടന്റെ പഴംപൊരി ഇങ്ങനെ പൊട്ടാന്ന് പറയുമ്പോഴേ പേടിയപ്പോ. ചേച്ചിയാണ് ഉണ്ടാക്കുന്നത് ഈ പഴംപൊരി? ചേട്ടൻ ഈ പഴംപൊരി ചേട്ടനാണോ അതോ ചേച്ചിയാണ് പഴംപൊരി കൈകാര്യം ചെയ്യുന്നത്?
രണ്ടുപേരും കൂടി കൈകാര്യം ചെയ്തല്ലേ. ഇനിയിപ്പോ ഇത് എഴുതിയിട്ടാലേ ഓരോരുത്തർമാര് ഡബിൾ മീനിങ് ആണെന്നൊക്കെ പറഞ്ഞ് ഓരോ ഇതൊക്കെ ആയിട്ട് വരും. കുഴപ്പമുണ്ടോ? വീഡിയോനോട് കുഴപ്പമുണ്ടോ? തമാശയായിട്ട് കാണും. അതിനുള്ള വിവരമുണ്ടോ? എന്തല്ലേ കണ്ടാ പറഞ്ഞില്ല. ഓ, അവർക്കതിനുള്ള വിവരമൊന്നും ഇല്ല ചേട്ടാ. കണ്ടാ പറയില്ല. അതാണ്, കണ്ടാ പറയില്ല അല്ലേ. പിന്നെ എങ്ങനെയുള്ളവരെ കണ്ടാലാണ് ഈ വിവരം ഉണ്ടെന്ന് പറയാ? ഇത്രയും മുടി നീട്ടി വളർത്തി ഇതുപോലെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വെള്ളയും ഇട്ട് ഇങ്ങനെ ഓടുന്ന ആളെ കണ്ടാലാണോ വിവരം ഉണ്ടെന്ന് പറയാ? എനിക്ക് ആ സംഭവം മനസ്സിലായില്ല. കണ്ടാൽ എങ്ങനെയാണ് വിവരമുള്ള കാര്യം മനസ്സിലാകുക? പിന്നെ ഈ വീഡിയോ നിങ്ങൾ തുടക്കം ശ്രദ്ധിച്ചാൽ മതി. ബോച്ച അങ്ങോട്ട് റെഡി അടിച്ചു, ആ ചേട്ടൻ തിരിച്ചിങ്ങോട്ട് റെഡി അടിച്ചു. പിന്നെ ഒരു പ്രശസ്തനല്ലേ പ്രമുഖനല്ലേ എന്ന് കരുതി ചേട്ടൻ, നമ്മുടെ കടക്കാരൻ ചേട്ടൻ അങ്ങ് ഒതുങ്ങി. അപ്പോഴാണ് ചേച്ചിയെ കണ്ട വിവരമുണ്ടെന്ന് തോന്നില്ലല്ലോ എന്ന്. ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിവരമാണെന്ന് തോന്നും. നിങ്ങളുടെ ആ രൂപം കണ്ടറിയാം മൊത്തം വിവരം, മുടി നിറച്ച് വിവരമാണ്. അത്രയ്ക്ക് വിവരത്തിലാണ് അണ്ണൻ ഇറങ്ങിത്തിരിക്കുകയും അത്ര വിവരമുള്ള കാര്യങ്ങളാണ് അണ്ണൻ കാട്ടിക്കൂട്ടുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ വിവരമുള്ള കാര്യങ്ങൾ, ഇദ്ദേഹം ഇത്തരത്തിലുള്ള ദ്വ്യാർത്ഥം നിറഞ്ഞ തമാശകൾ സ്വയബോധത്തോടെ വളരെ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. കാരണം ഞാൻ മുമ്പേ പറഞ്ഞില്ല, ഇത്തരത്തിലുള്ള ഷോകളിൽ ഇത് പ്ലാൻഡ് ആകാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യം വളരെ വിവരത്തോടെ നമുക്കൊന്ന് കണ്ടിട്ട് വരും. ഏറ്റവും കൂടുതൽ ട്രോൾ വരുന്നത് ഡബിൾ മീനിങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മനഃപൂർവ്വം ചെയ്യുന്നല്ലേ ഇത്? കുറച്ചൊക്കെ മനഃപൂർവ്വം. ഹോട്ടലിൽ കയറി ഒരു പലഹാരം എടുത്തത് മനഃപൂർവ്വമല്ലേ? കൊച്ചു കള്ളൻ, ഇതൊക്കെ സ്വയബോധത്തോടെ പറയുന്നതല്ലേ. ഞാൻ വിചാരിച്ചു വല്ല കയ്യബദ്ധവും പറ്റി ടങ്ക് സ്ലിപ്പായി പറഞ്ഞു പോണതാണ്. അല്ല, ചേട്ടൻ സ്വബോധത്തോടെ തന്നെ നേരത്തെ ഇന്ന് ഇന്റർവ്യൂ എന്തെങ്കിലും ചെല്ലണം, ഇന്ന് രാത്രി ഇരുന്ന് ആലോചിക്കും അവിടെ ഏത് പെണ്ണുണ്ടാവും, അവരോട് നമ്മൾ എന്ത് ഡബിൾ മീനിങ് തമാശകൾ പറയും എന്നിരുന്ന് ആലോചിച്ച് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയുണ്ടാക്കി അത് കാണാതെ പഠിച്ചിട്ടാണ് വന്ന് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ചാമ്പുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പുള്ളി ആ വീഡിയോയിൽ പറയുന്ന അന്നേരം ഓട്ടോമാറ്റിക്കലി എൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ തമാശകൾ വരുമെന്നാണ്. അതൊരു പ്രത്യേകതരം സൂക്കേടാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാൽ ആ സൂക്കേടിൻ്റെ മരുന്ന് നമുക്ക് പോകാൻ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത്തരത്തിൽ പുള്ളി സ്പോണ്ടേനിയസ്ലി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ മനസ്സിലുള്ള ചിന്താഗതികളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മുടെ ജോണി സിൻസ് മാറി നിൽക്കുന്ന തരത്തിലുള്ള ചിന്താഗതികളാണ് അങ്ങനത്തെ തലയ്ക്കകത്ത് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വട്ടത്തിൽ സ്റ്റാർ ഇറങ്ങുമല്ലോ കാർട്ടൂണിലൊക്കെ, അതുപോലെ ഇങ്ങനെ പല സാധനങ്ങളായിരിക്കും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മുമ്പേ കാണിച്ച വീഡിയോയിൽ, ഇപ്പം ലാസ്റ്റ് കാണിച്ചില്ല, അതിന് മുമ്പേ കാണിച്ച വീഡിയോയിൽ ആ ചേച്ചിയെ കണ്ടപ്പോൾ ബുദ്ധി വിവരമുള്ള ആളാണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടായിരുന്നല്ലോ. അപ്പം ഞാൻ അതിനകത്ത് പറഞ്ഞില്ലേ, വെള്ളയും ഇട്ടാൽ മാത്രമേ ചേട്ടനെ വിവരമുള്ള ആളാണെന്നും പറയുള്ളൂ. അപ്പോൾ ഈ വെള്ളയും കേരളത്തിൽ ബാൻ ചെയ്തു എന്നൊരു സാഹചര്യം നിങ്ങൾ ചിന്തിക്കുക. അങ്ങനൊരു സാഹചര്യത്തിൽ അണ്ണൻ്റെ വിവരം എന്ത് ചെയ്യും? അത് രംഗണ്ണനെ പോലെ വെള്ളയും മാറ്റുന്ന പറഞ്ഞാൽ കറുപ്പിട്ടുകൊണ്ടെണ്ണം വരുമോ അറിയില്ല. അപ്പോൾ ഈ വെള്ളയും കേരളത്തിൽ ബാൻ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അണ്ണൻ എന്ത് ചെയ്യും എന്ന് അണ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ട് വരൂ, കാണിച്ചു തരാം. ബാൻ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ചെയ്താൽ ഞാൻ ഒരു സ്വാതന്ത്ര്യം കൂടെ ചോദിക്കും. അവർ പകരമായിട്ട് തുണിയില്ലാതെ നടക്കാനുള്ള സ്വാതന്ത്ര്യം ചോദിക്കും. തന്നില്ലെങ്കിൽ ഞാൻ തുണിയില്ലാതെ നടക്കും. ചേട്ടൻ ഇപ്പോഴേ അങ്ങ് തുണിയില്ല നടക്കുക. ആര് ചോദിക്കാൻ? എന്തൊക്കെ അഴിഞ്ഞാട്ടങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കാണിക്കുന്നു. ഇല്ല, യൂട്യൂബർ പറഞ്ഞ പോലെ എന്താണ് ഇവിടെ നടക്കുന്നത്, ഈ കൊച്ചു കേരളത്തിൽ എന്താ നടക്കുന്നത്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ അണ്ണൻ കാണിക്കുന്നത്. ഇനി അണ്ണൻ തുണി ഇട്ടാൽ എന്ത്, ഇട്ടില്ലെങ്കിൽ എന്ത്, ആര് കാണാൻ, ആര് ചോദിക്കാൻ? അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ പുള്ളി അങ്ങനത്തെ അവകാശമൊക്കെ ചോദിച്ചോളെ, വിശ്വസിക്കാൻ പറ്റില്ല പുള്ളിനെയൊന്നും. ഇനി നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയും നിരവധി ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്ര കുൽസിതമായ കാര്യങ്ങൾ സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? പുള്ളിയിൽ ഒരുപാട് സ്ത്രീകൾ ആകൃഷ്ടരാകുന്നുണ്ട്, എന്തൊരു ആകുന്നുണ്ട് സ്ത്രീകൾക്ക്. അതുകൊണ്ട് പുള്ളി എവിടെ വെച്ചുണ്ടായാലും ഓടിച്ചെന്നാൽ കെട്ടിപ്പിടിക്കും സ്ത്രീജനങ്ങൾ. അതിനെക്കുറിച്ച് പുള്ളി പറഞ്ഞിട്ടുണ്ട്. പുള്ളി വളരെ വ്യക്തവും ശക്തവുമായി നമ്മുടെ ട്രൂത്ത് ടിവിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. കാണിച്ചു തരാം, കണ്ടിട്ട് വരൂ. കൂടി പെണ്ണുപിടുത്തമുണ്ടോ? വലിയ പൈസക്കാരുടെ മെയിൻ സംഭവമാണ് പെണ്ണുപിടുത്തം. നിങ്ങൾ നല്ല പെണ്ണുപിടിയാണോ? എനിക്ക് അങ്ങനെ പെണ്ണ് പിടിക്കേണ്ട ആവശ്യം വരാറില്ല. കാരണം പെണ്ണുങ്ങൾ തന്നെയാണ് അധികം പിടിക്കാറ്. എടാ, ഈ ലോകത്തിലെ പെമ്പിള്ളേർക്ക് ഇത്ര ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിലാണ് ഈ ലോകത്തുള്ള പെമ്പിള്ളേർ ജീവിക്കുന്നത്. ചേട്ടനെ കാണുന്ന പെമ്പിള്ളേർ ഓടിച്ചെന്ന് പിടിക്കുമെന്ന്. അല്ല, എന്തിനാ പിടിക്കുന്നത്? കുടിച്ചെടുത്ത് ഇടിക്കാനാണോ? എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ചേട്ടൻ വ്യക്തമാക്കിയിട്ടില്ല. പിന്നെ ഇതിനകത്ത് നമ്മുടെ സൂരജ് പാലാക്കാരൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ ഞാൻ എതിർക്കുന്നുണ്ട്.
വലിയ കാഴ്ചക്കാരെല്ലാം പെണ്ണുപിടി ഉണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളങ്ങനെ എല്ലാവരെയും ആക്ഷേപിക്കുന്നത് ശരിയായ ഒരു പ്രവണതയല്ല. നല്ല രീതിക്ക് നല്ലപോലെ നിൽക്കുന്ന പല ആൾക്കാരുണ്ട്. കോടീശ്വരന്മാരുണ്ട്, ദരിദ്രരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. അപ്പം നമ്മൾ എല്ലാവരെയും പൂർണ്ണമായും അടച്ചാക്ഷേപിക്കരുത്. ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ ഒന്ന് തിരുത്തുകയാണ്. ഇനി നമുക്ക് അണ്ണൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. അണ്ണൻ പറഞ്ഞത് ശരിയാണെന്ന് തന്നെ വെച്ചോ. അണ്ണനെ കാണുന്ന സ്ത്രീജനങ്ങൾ ഓടി വന്ന് പുള്ളിനെ അങ്ങ് പിടിക്കുക, അതുകൊണ്ട് പുള്ളി നിന്ന് എല്ലാവരും അങ്ങ് വഴങ്ങി കൊടുക്കുക, അതുകൊണ്ട് പുള്ളി ആ ഒരു ഓളത്തിലേക്ക് അങ്ങ് തിരിഞ്ഞ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ഒരു അനാലിസിസ് നോക്കിയാലോ. ഇദ്ദേഹം ഒരുപാട് ഡബിൾ മീനിങ് തമാശകൾ പറയാറുണ്ട്. അത് സ്ത്രീകൾ ആസ്വദിക്കുന്നുണ്ടാകാം, ഇല്ലാതിരിക്കാം. കേൾക്കുന്ന ജനങ്ങൾ ആസ്വദിക്കുന്നുണ്ടാകാം, ഇല്ലാതിരിക്കാം. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ദ്വയാർത്ഥം നിറഞ്ഞ തമാശകൾ ഇദ്ദേഹം ഒരുപാട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വീഡിയോകൾ പുറത്തേക്ക് വരികയും നമ്മളിൽ പലരും ഇത് എഡിറ്റ് ചെയ്തൊരു കണ്ടന്റ് ആക്കുക, മറ്റേ തഗ് കണ്ണാടി മാലയൊക്കെ ഇട്ട് കണ്ടന്റ് ആക്കുകയും ഇതിനെ കൊട്ടിഘോഷിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾക്കിടയിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഇത് അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നൊരു മാർഗമായിട്ടാണ് കാണുന്നത്, അല്ലേ? ഇത്തരത്തിൽ എഡിറ്റ് ചെയ്ത് ഇതിനെ തഗ്ഗാക്കി പുറം ലോകത്തിലേക്ക് കാണിക്കുന്ന നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളുടെ വയനാട്ടിലൊരു ദുരന്തം നടന്ന സാഹചര്യം നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. ആ ദുരന്ത സമയത്ത് നിരവധി നല്ല ആൾക്കാർ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള സംസാരമൊക്കെ സംസാരിച്ച് പോസ്റ്റുകളൊക്കെ ഇട്ട് മുമ്പോട്ട് വന്നിരുന്നു. അതിൻ്റെ ഇടയിൽ ചില ക്രിമികൾ കമൻ്റ് ഇടുകയും അവരെ ജനങ്ങൾ കൈകാര്യം ചെയ്യുകയും മറ്റു ചിലർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റാണ്. അതായത് ഒരു സാധാരണക്കാരൻ പറഞ്ഞാൽ ഇത് കൊട്ടിഘോഷിക്കുന്നവർക്ക് അത് തെറ്റും. ഇദ്ദേഹത്തെ പോലൊരാൾ ഇത്തരത്തിലുള്ള ദ്വയാർത്ഥം നിറഞ്ഞ ആസ്വാദന ശേഷി എല്ലാവരിലേക്കും എത്താത്ത, അതായത് എല്ലാവർക്കും അത് ആസ്വദിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനത്തെ ഒരു തമാശ ബോബി ചെമ്മന്തൂർ ബോച്ചയെ പോലെ ഒരാൾ പറയുമ്പോൾ അതിനെ നിങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്നു. ആ ടെക്നിക്ക് എനിക്ക് മനസ്സിലായില്ല. അത്തരത്തിലൊരു തമാശ ഇപ്പോൾ ആ ഒരു സെൻസിൽ നോക്കുകയാണെങ്കിലും അവർ ചെയ്തതും തമാശയല്ലേ, ഇദ്ദേഹം ചെയ്യുന്നതും തമാശയല്ലേ? അല്ല, തെറ്റാണെന്ന് വെച്ചോ. അവർ ചെയ്തത് തെറ്റാണെങ്കിൽ ഇതും തെറ്റല്ലേ? അപ്പോൾ ഇതിനെ മാത്രം എന്തുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു? ഇതിനെ മാത്രം എന്തുകൊണ്ട് നിങ്ങൾ വലിയൊരു വീഡിയോ ആക്കി പുള്ളിക്ക് തഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കൊടുത്ത് ചെയ്യുന്നു? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനപ്പോൾ ഈ ചോദ്യം ജനങ്ങളിലേക്ക് വിട്ടുതരികയാണ്. ഇത് ശരിയാണോ? ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള മീനിങ് നിറഞ്ഞ തമാശകൾ അത് ആസ്വദിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. ഇല്ലാത്ത ആളുകളിലേക്ക് ഇത് എത്തിക്കുന്നത് ശരിയാണോ? ഒരു പബ്ലിക്കായിട്ടുള്ള ആൾക്കാരിനൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് ശരിയാണോ? അപ്പോൾ നിങ്ങൾ പ്രൈവറ്റായിട്ടും ശരിയല്ല, പബ്ലിക്കായിട്ടും ശരിയല്ല. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒന്നുകൂടെ പറയുന്നു, ഇത് നമ്മുടെ ഒരു പുതിയ ചാനലാണ്. ഇതെൻ്റെ തുടക്ക സമയമാണ് ഈ യൂട്യൂബിൽ. അപ്പോൾ ഈ തുടക്ക സമയത്ത് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ആവശ്യമാണ്. നിങ്ങൾ ഈ ചാനൽ കാണുമ്പോൾ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്ത് തരത്തിലുള്ള വീഡിയോ കണ്ടന്റുകളാണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്ക് നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.